രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് ഈവനിങ് സ്നാക്സാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോയിലേക്ക് പോകാം. സ്നാക്സ് തയ്യാറാക്കാനായി 5 മുട്ടയും 3 ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കടലറ്റിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കുറച്ച് കറിവേപ്പില ഇടാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടിയ ശേഷം നമുക്ക് സവാള ചേർക്കാം. 3 സവാള ചെറുതായി അരിഞ്ഞതാണിത്. ഉപ്പ് ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു ക്യാരറ്റ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 3/4 സ്പൂൺ ബിരിയാണി മുളക് പൊടി, 3/4 സ്പൂൺ മസാലപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. സോസ് ചേർക്കുമ്പോൾ കട്ലറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഉടച്ച് ചേർക്കാം. കൈകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉടച്ച് ചേർക്കണം. കുറച്ച് ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ച് എടുക്കാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിനെ കുഴച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ വറുത്തെടുക്കാം. ഓരോ ഉരുളയാക്കി കട്ലറ്റിൻ്റെ കൂട്ടെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി അതിലേക്ക് പകുതി മുട്ട വീതം വെച്ച് കൊടുക്കാം. നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. മുട്ട ഉള്ളിൽ വയ്ക്കുന്നത് കൊണ്ട് കട്ലറ്റിന് സാമാന്യം വലിപ്പമുണ്ട്. എല്ലാം വേവിച്ചെടുത്ത സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നേരത്തെ മല്ലിയില ആ കൂട്ടിൽ ചേർക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അതുകൊണ്ട് മല്ലിയില ഇതിലേക്ക് അരിഞ്ഞിടുകയാണ്. ഓരോന്നായി മുട്ടയുടെ വെള്ളയിൽ മുക്കിയ ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. മുട്ടയുടെ വെള്ളയിൽ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം.
ഈ കോരിയെടുക്കാം. 2 സൈഡും ആയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ടും ക്രിപ്സി ആയിരിക്കാനും വേണ്ടിയാണ് ബ്രെഡിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളതും അതുപോലെ പൊരിച്ചെടുക്കാം. കട്ലറ്റെല്ലാം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കട്ലറ്റാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.